PSP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമഃ ശിവായ. ട്രൂ കേസസ് ഓഫ് ചിൽഡ്രൻ ഹു ഹാവ് ലിവ്ഡ് ബിഫോർ, ട്രച്ച് ഹാർഡോ. ഈ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ലോകപ്രശസ്ത സൈക്കിക് ഗവേഷകയായിരുന്ന ഡോക്ടർ എലിസബത്ത് കുബ്ലർ റോസ് MD ഈ പുസ്തകത്തിൻ്റെ ആമുഖമായി എഴുതിയിരിക്കുന്ന കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: 21ാം നൂറ്റാണ്ടിന് ശേഷം പുനർജന്മങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേവലമായ ഒരു ചോദ്യം മാത്രമായി അവശേഷിക്കുന്ന ഒന്നല്ല എന്ന് അടിവരയിട്ട് അവർ ഈ ഭാഗത്ത് പറയുന്നു. 21ാം നൂറ്റാണ്ടിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ പുനർജന്മങ്ങൾ ഉണ്ട്, പൂർവ്വജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ സുവിശേഷമായ തെളിവുകൾ ലഭിക്കുകയും അതിനെ ക്രോഡീകരിച്ചുള്ള ധാരാളം ഗവേഷണ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ലിറ്ററേച്ചറും ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരാൾ എന്ന് പറയുന്നത് ഇയാൻ സ്റ്റീവൻസൺ ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം ധാരാളം ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നുണ്ട്. ട്രച്ച് ഹാർഡോയുടെ ഈ പുസ്തകത്തിൽ തെളിയിക്കപ്പെട്ട 33 സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപക്ഷെ കേവലമായൊരു അവിശ്വസനീയതയോടുകൂടി നോക്കാം. അപ്പോൾ സാധാരണയായിട്ട് പറയപ്പെടുന്നത് ഭാരതമാണ് ഇങ്ങനെയുള്ള പൊയ് വിശ്വാസങ്ങളുടെയും കെട്ടുകഥകളുടെയും എല്ലാം ഈറ്റില്ലം എന്ന്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഗവേഷണങ്ങൾ നടക്കുകയും അതോടൊപ്പം തന്നെ അവരെല്ലാവരും സയൻറ്റിഫിക്കായുള്ള എവിഡൻസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതി വച്ചിരിക്കുന്നതായ ഈ ഗ്രന്ഥങ്ങൾ നമുക്കൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുകയുമില്ല. കാർമിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, നമ്മുടെ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പുസ്തകങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്, മനുഷ്യരാശിക്ക് മുഴുവൻ ഉള്ളതാണ്. ഏകൈവ മനുഷ്യജാതി എന്ന് ഉദ്ഘോഷിച്ചിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ പിൻപറ്റുകാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എനിക്കിത്, എൻ്റെ കൂടെയുള്ളവർക്കിത്, ബാക്കിയുള്ളവർക്ക് വേറെ എന്ന് പറയുന്ന സങ്കുചിതമായ ഒരു വിഘടനവാദം നമുക്കൊരിക്കലും കാണാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് ധാരാളം ദൈവ അവതാരങ്ങൾ, ദൈവ പുരുഷന്മാർ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് അങ്ങേറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണി ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഒരല്പം കഴിയുമ്പോൾ സാധാരണയായിട്ട് ധാരാളം ഹാലൂസിനേഷൻസ് നമുക്ക് വരാറുണ്ട്. ഈവൻ ജീസസിന് പോലും അതുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ലാസ്റ്റ് ടെംപ്റ്റേഷൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന നിക്കോസ് കസാൻസാക്കിസിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കതറിയാം എപ്രകാരത്തിലാണ് അതിൽ പറയുന്ന സോക്കോൾഡ് ചെകുത്താൻ അല്ലെങ്കിൽ സെയ്റ്റൻ വന്നിട്ട് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന കാര്യങ്ങളെ വളരെയേറെ കരുതലോടുകൂടി സമീപിച്ചിട്ട് വേണം നമ്മൾ മുമ്പിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണപ്രജ്ഞനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മാത്രമേ സ്പിരിച്വൽ ജേണികളിൽ നമ്മൾ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ധാരാളം തരത്തിലുള്ള പ്രഹേളികകളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നു. ഈ പ്രഹേളികകൾ നമ്മെ നയിക്കുന്നത് മറ്റ് പലതരത്തിലുള്ള വിചിത്രമായ ലോകങ്ങളിലേക്കായിരിക്കും. ഇടയ്ക്ക് പറയുന്നത് കേട്ടു, ചില ലോകങ്ങളിൽ 13,000-ഓളം വർഷങ്ങളാണ് അവിടുത്തെ ഒരു ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകമായുള്ള സിമുലേഷൻസിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള വിചിത്രമായ ലോകങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെയേറെ അസാധ്യമായ ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ ഇപ്രകാരമുള്ള ലോകങ്ങളിലേക്ക്, ഇപ്രകാരമുള്ള സിമുലേഷൻസിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവ നമ്മെ വളരെ വിചിത്രമായിട്ടുള്ള മറ്റുള്ള ലോകങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ആ ലോകക്രമങ്ങളിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ വിചിത്രമായ അനുഭവങ്ങൾ മാത്രം നൽകുന്ന ഒന്നായിരിക്കും എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം സ്വപ്നത്തിൽ ഒരു ദിവസം വരികയും അദ്ദേഹം വളരെ വിചിത്രമായ ഒരു ഒരു ബസ് സ്റ്റാൻഡാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത്. അത് ബസ് സ്റ്റാൻഡാണെന്ന് പറയാൻ പറ്റില്ല, ജംബോ ജെറ്റിൻ്റെ വലിപ്പമുള്ള ഒരു വലിയ ബസ്സിനകത്ത് ഞാനിരിക്കുന്നു. അതിനിടയിൽ മങ്ങിയ കണ്ണുകളുമായിട്ട് അദ്ദേഹം എവിടെ നിന്നൊക്കെയോ ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ അന്വേഷിച്ചു, ഇവിടെ അന്വേഷിച്ചു, എല്ലായിടത്തും നോക്കി, പക്ഷേ എങ്ങും കാണാൻ സാധിച്ചില്ല എന്നാണ്. സൊംനാംബുലിസ്റ്റിക് സ്റ്റേജ് ആണ് എന്ന് പറയപ്പെടുന്നു. പാരാസൈക്കോളജിയിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. ശ്രീ രാധാകൃഷ്ണ പണിക്കർ അവർ ഉൾപ്പെടെയുള്ള പല ആളുകളും ഇങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രാണൻ നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഏത് തരത്തിലുള്ള വാസനകളാണോ നമ്മൾ കൊണ്ടുപോകുന്നത് അതനുസരിച്ചുള്ള ലോകങ്ങൾ നമുക്കായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നു. കഠോപനിഷത്തിലൊക്കെ പറയുന്നത് പോലെ ആത്മാവെന്ന് പറയുന്നത് അതീവ വിചിത്രമായിട്ടുള്ള ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഒന്നായിട്ട് കാണപ്പെടും.
അപ്പോൾ ഈ ലോകത്ത് കാണുന്നതെല്ലാം തന്നെ നമ്മുടെ തന്നെ മനോസൃഷ്ടികളാണ്, അല്ലെങ്കിൽ മനോവ്യാപാരങ്ങളാണ്, മനോകൽപ്പിതങ്ങളാണ് എന്ന് ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യുമ്പോൾ, അവരുടെ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏകൈവ മനുഷ്യജാതി, ലോകത്തിലെ മനുഷ്യരെല്ലാം തന്നെ ഒന്നാണ് എന്ന് പറയുന്ന, എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ് ഭാരതീയ ദർശനത്തിൻ്റെ അടുത്ത പടവുകൾ. അവിടെ പറയുന്നത് ഈ ചരാചരങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാഗമാണെന്നാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ, ലോകം എന്നൊക്കെ പറഞ്ഞ ചെറിയ വാക്കുകളാണ്, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ എല്ലാം തന്നെ ഒന്നിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ വേർതിരിവുകളുടെ അല്ലെങ്കിൽ വ്യതിയാനങ്ങളുടെ, വ്യത്യസ്തതകളുടെ ഈ പറയുന്ന വാദങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം? വളരെ എന്താ പറയുക, വിഷമം തോന്നുന്നൊരു കാര്യമാണ്. കാരണം പല ആളുകളും ഇതുപോലെയുള്ള പ്രവചനങ്ങളുമായിട്ട് വരുന്നു. ചിലർ പറയുന്നത് നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കരുത്, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഐഡൽസും മാറ്റണം, നിങ്ങൾ ഇതുവരെ വന്നുകൊണ്ടിരുന്ന ഒരു ദൈവവും നിങ്ങളെ സഹായിക്കില്ല, നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ദൈവം എന്ന് പറയുമ്പോൾ പോലും അപസർപ്പകമായ ഈ പറച്ചിലിനെ പോലും പിൻപറ്റാൻ ആളുകളുണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരുണ്ടെന്ന് പറയുന്ന, ഏറ്റവും കൂടുതൽ ശാസ്ത്രബോധം ഉണ്ടെന്ന് പറയുന്ന, ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഏറ്റവും കൂടുതൽ റാഷണൽ തിങ്കിങ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നാണ്. അപ്പോൾ ഒരു ഈശ്വരനും തൻ്റെതായ രീതിയിൽ തനിക്ക് വേണ്ടിയുള്ള അനുയായികൾക്ക് വേണ്ടി ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു ഈശ്വരനെ എന്തിനാണ് അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പോൾ അത് ആ ഭഗവാന്റെ ഡ്യൂട്ടിയേ അല്ല. അപ്പോൾ അവിടെ നിങ്ങൾ ആ ഡേറ്റിയെ അറിയുന്ന യഥാർത്ഥത്തിൽ എന്താണ്, ആ ഊർജത്തിനെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനും, അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഊർജത്തിനെ ആ ഊർജത്തിനോടൊപ്പം ഉണർത്താനും വേണ്ടിയാണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള സാധനാ സമ്പ്രദായങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരു സാധനാ സമ്പ്രദായവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള പ്രത്യേക മാർഗങ്ങളും ഇല്ലാതെ നിങ്ങൾ പറയുന്നു നിങ്ങളെന്ന് പറയുന്നത് ഈശ്വരനാണ്, നിങ്ങൾ മാത്രമാണ് ഈശ്വരൻ. അല്ലെ, നിങ്ങൾ ഈശ്വരനാണെന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾ ഈശ്വരനാകുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചുറ്റാകുള്ള എല്ലാവരും ഈശ്വരനാണ്. അത് മൺമറഞ്ഞു പോയവരും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്നതുമായ അസംഖ്യം പുണ്യാത്മാക്കൾ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. പൂജ്യ ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ നാരായണ ഗുരുദേവനും എല്ലാം തന്നെ കേരളത്തിൻ്റെ സംസ്കൃതിയിൽ ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മൺമറഞ്ഞു പോയവരാണ്. അപ്പോൾ അവരുടെ പ്രബോധനങ്ങൾ യഥാർത്ഥത്തിൽ അവരൊക്കെ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള മുരുക ഭക്തന്മാരായിരുന്നു, അല്ലെങ്കിൽ മുരുകൻ്റെ അംശ അവതാരങ്ങൾ തന്നെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രത്യേകമായ സാധനാ പദ്ധതികൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്രമപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ്. ഇപ്പം ഭാരതീയ വേദാന്തത്തിൽ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് പലതരത്തിലുള്ള രീതികളിൽ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ മാർഗമുണ്ട്, ഭക്തിയുടെ മാർഗമുണ്ട്, കർമ്മത്തിൻ്റെ മാർഗമുണ്ട്, പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ഇനി ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക, മറ്റു ചില സമ്പ്രദായങ്ങളിൽ, ഇപ്പോൾ കാശ്മീരി ശൈവിസം പോലുള്ള സമ്പ്രദായങ്ങളിൽ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുവിൽ നിങ്ങൾക്കൊരു എൻഡ് ഉണ്ടാവും. കാരണം ജനിക്കുന്നതെല്ലാം തന്നെ ഒടുവിൽ ഒരു പ്രളയത്തിൽ അവസാനിക്കുന്നതാണ്. ബ്രഹ്മത്തിൽ നിന്ന് വന്നു ബ്രഹ്മത്തിലേക്ക് തിരിച്ചു മടങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് ദുഃഖത്തെ കുറച്ചുകൂടിയാണ്. കാരണം ഈ ജീവിതം കേവലമായ ഒരു ആക്സിഡൻസ് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. എന്തിനാ വേണ്ടി ജനിച്ചു, എങ്ങനെയാണെന്ന് അറിയില്ല, കുറച്ച് നാളിങ്ങനെയൊക്കെ അങ്ങ് പോകണം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് മരിച്ചു പോകും, പിന്നെ അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല എന്ന് പറയുന്ന ഈ എന്താ പറയുക ഭൗതികവാദികൾ, അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ പിറകെ പോകുന്ന ആളുകൾ, അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റുള്ള ഒരുപാട് ചരാചരങ്ങൾ നമ്മുടെ ചുറ്റാകെയുണ്ട്, അതിൽ ഈ മനുഷ്യനെ പോലെ ദുഃഖം പേറുന്ന ജീവികൾ വേറെ ഇല്ല എന്ന് വേണം പറയാൻ. അവരുടെ ദുഃഖങ്ങൾ വളരെ ആകസ്മികമാണ്, അല്ലെങ്കിൽ അത് വളരെ കാഷ്വൽ ആണ്, കോസറ്റീവ് ആണ്, വളരെ പെട്ടെന്ന് തന്നെ വരുന്നു, അത് പെട്ടെന്ന് തന്നെ പോകുന്നു. അതിനൊരു കോസ് ഉണ്ടാവും, അതിന് കൃത്യമായിട്ട് അതിന് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതാണ്. പക്ഷെ മനുഷ്യൻ ജനിച്ച് കുറച്ച് നാളത്തേക്ക് സന്തോഷത്തോടെ ജീവിക്കുകയും പിന്നീട് അത് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം ദുഃഖങ്ങൾ വന്നു ചേരുകയും ചെയ്തു. എന്താണ് ഈ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ നിദാനം എന്താണ് എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ, പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ഈ ദുഃഖം വരുന്നതിന് കാരണം എന്താണെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഒരു സുഖം വരുമ്പോൾ നമ്മളിതെല്ലാം എന്താ പറയുക, അത് മറന്നു പോകുന്നു. ഇപ്പം ലക്ഷ്മണ ഉപദേശത്തിൽ പറയുന്നത് പോലെ, അപ്പം നമുക്കൊരു സുഖം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സുഖം വരുന്നത്, പക്ഷേ ദുഃഖം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ നമ്മുടെ ഡേറ്റ് ഓഫ് ഡെത്ത് വരെ, ഇത് രണ്ടും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വളരെ കേവലമായുള്ള ഒരു പീരീഡ് ഓഫ് ലിവിങ്, ഇതിൻ്റെ ഇടയിൽ നമുക്ക് യഥാർത്ഥത്തിൽ ബോധത്തിലേക്ക് നമ്മൾ ഉണരുന്നുണ്ടോ, ശുദ്ധമായ ഈ തത്വത്തിലേക്ക് നമുക്ക് ഉണരാൻ സാധിക്കുന്നുണ്ടോ, ആത്മപ്രബോധനങ്ങളിലേക്ക് നമുക്ക് ഉണരാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഉണരാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വഴികൾ ശരിയല്ല എന്നുള്ളതാണ്.
അപ്പോൾ പൂജ്യ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എങ്കിൽ സൂക്ഷിക്കുക, ആ വഴി ഒരു റോങ് പാത്ത് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വഴിയിലാണെങ്കിൽ ദർ വിൽ ബി പ്ലന്റി ഓഫ് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്, ധാരാളം ബ്ലോക്കുകൾ ഉണ്ടാകും. അപ്പോൾ അവിടെ ഈ പറയുന്ന ദുഃഖം, അതുപോലെ തന്നെ ഈ പറയുന്ന ബ്ലോക്കുകൾ, അതിനെ നമ്മൾ അതിജീവിക്കൽ, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജീവിതം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം ഫിംഗർ പ്രിന്റ് നമുക്കറിയാം വ്യത്യസ്തമാണ്. ഈ ഫിംഗർ പ്രിന്റോട് കൂടി ഞാൻ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളൂ, ഇനി ഒരിക്കലും ഇതേ ഫിംഗർ പ്രിന്റോട് കൂടി മറ്റൊരു ആൾ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലോചനയുടെയൊക്കെ അപ്പുറത്താണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എത്രത്തോളം സങ്കീർണമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ഒരു അതിജീവനം, അല്ലെ? ഈ ഒരു ജീവനം, ആ ജീവനത്തിന്റെ മുകളിലാണ് അതിജീവനം. അതായത് സാധാരണമായ ഭൗതികമായ ആസ്പെക്റ്റുകളിൽ നിന്ന് മാറി നമ്മൾ ഇതിന്റെ മുകർന്ന ഒരു തകഴത്തിലേക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അതിനെ നമ്മൾ അതിജീവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇതിനെല്ലാം സ്പിരിച്വൽ തോട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇമാതിരിയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചിന്തകളെ മാറ്റാൻ ശ്രമിക്കരുത്. ഈ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആ ഡിപ്രഷൻ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത് എന്ന് പൂജ്യ ഗുരുദേവ് ശ്രീ രവിശങ്കർ പറയുന്നു. കാരണം അദ്ദേഹം പറയുന്നത്, ഈ തരത്തിലുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആളാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കർമ്മ എന്ന് പറയുന്ന സിദ്ധാന്തം ഇതിപ്പോ ഭാരതീയ സംസ്കാരങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യഥാർത്ഥത്തിൽ ഇത് പറയുന്നു. മാത്രമല്ല, ഇത് മുമ്പ് പറഞ്ഞിരുന്നു എന്നും പറയാം, നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കൂട്ടി വായിക്കാവുന്നതാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ വരവോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പുനർജന്മ സങ്കല്പമല്ല, പുനർജന്മ വിശ്വാസവും കർമ്മ തിയറിയും എല്ലാം തന്നെ പെട്ടെന്ന് ഇല്ലാതാവുകയും, അപ്പൊ ഇന്ന് ലോകത്തിൽ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും അവരുടെ മരണകാലം ആറാകുമ്പോഴത്തേക്ക് ചിന്തകളൊക്കെ മാറ്റാറുണ്ട്. പക്ഷെ എങ്കിലും ഈ ഒരു സ്ട്രോങ് ബിലീഫ് വെച്ച് പുലർത്തുന്നത് രണ്ടുപേരാണ്. ഒന്ന് ഭൗതികശാസ്ത്രം, ആധുനിക ഭൗതികശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഭൗതികശാസ്ത്രവാദികളായ കുറേ ആൾക്കാർ പറയുന്നു ഈ ഭൂമിയിൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ജനിക്കുന്നുള്ളൂ, ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ മരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള സെമിറ്റിക് മതങ്ങളിലും പറയാറുണ്ട്, ഒരു പ്രാവശ്യം മാത്രം ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു, എന്നിട്ട് നമ്മൾ പോകുന്നു. പക്ഷെ അങ്ങനെ വന്ന് ജനിക്കാനുള്ള ഈ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്കോട് കൂടി നമുക്ക് ജനിക്കാനുള്ള കാരണം എന്താണ്? അതിന് മറുപടി അവർക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പഠനങ്ങൾ അത് ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് പുനർജന്മം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ ആത്മാവ് മനുഷ്യന്റെ മാത്രമല്ല മൃഗങ്ങളുടെയും എല്ലാം ഉണ്ട്, അത് ചരാചരങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല, ആ ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് എത്തിച്ചേരാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന പ്രസ്തുതമായ പുസ്തകത്തിൽ പറയുന്ന 33 കേസുകൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്ത കേസുകളാണ്. അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പറയുമ്പോൾ നൈജീരിയയിൽ നിന്ന്, ലെബനിൽ നിന്ന്, ടർക്കിയിൽ നിന്ന്, അതുപോലെ തന്നെ ഇന്ത്യ, ബർമ, അതുപോലെ തന്നെ തായ്, ശ്രീലങ്ക, അതുപോലെ തന്നെ ബ്രസീൽ, കാനഡ, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ പല ഭാഗങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ചില രാജ്യങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊരു പക്ഷെ പറയും, അവിടേക്ക് ആളുകൾക്ക് വലിയ സംസ്കാരമില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെല്ലാം അന്ധവിശ്വാസികളാണ്. പക്ഷേ ഈ ഏറ്റവും നമ്മൾ പറയുന്ന സോക്കോൾഡ് സിവിലൈസ്ഡ് എന്ന് പറയപ്പെടുന്ന യൂറോപ്പിലും അമേരിക്കയിലും പോലും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിസ്റ്റുകളുണ്ട്, ഈ പറയുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യക്തമായ ഒരു സംഗതി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ ഈ കർമ്മ തിയറിക്ക് മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പം നിയോ ബുദ്ധിസത്തിന്റെ വരവോടുകൂടിയൊക്കെ ഇന്നർ നോയിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നർ നോയിങ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നാണ്. അതായത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമ്മളെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കണ്ണൊക്കെ കെട്ടി നമ്മളെ കുറച്ച് ബോധശൂന്യതയൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇതുവരെ ജീവിതത്തിൽ പരിചയപ്പെട്ടില്ലാത്തൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് ഇടുകയാണ്. പെട്ടെന്ന് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ കഴിച്ചിരിക്കുന്ന മരുന്നിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കെമിക്കലിന്റെ എഫക്റ്റോട് കൂടി വേണം കൊണ്ടുപോകാൻ. കാരണം പെട്ടെന്ന് നമുക്കൊരു ബോധം വരാൻ പാടില്ല. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ ആ ഒരു പരിസ്ഥിതിയിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് വരാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ ബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഭയങ്കരമായ പാനിക്കാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ ഭൂമിയിൽ വരുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? അപ്പൊ ചിലർക്ക് ഡിഫോർമിറ്റീസ് കാണും, ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവും, ചിലർക്ക് ബർത്ത് മാർക്കുകൾ തന്നെ ഉണ്ടാവും, പല പ്രത്യേകമായ രീതിയിലുള്ള ബർത്ത് മാർക്കുകൾ പേറിക്കൊണ്ടായിരിക്കും വരിക. അപ്പൊ ഇതൊന്നും തന്നെ ഈ ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോർഡറിന്റെ ഭാഗമായിട്ടല്ല അത് വരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ജനറ്റിക് അല്ലെങ്കിൽ പ്രീനേറ്റൽ കോസ് കൊണ്ടല്ലാതെ വരുന്നതായ ഒരുപാട് ലക്ഷണങ്ങളോട് കൂടിയാണ് നമ്മൾ പലരും ഭൂമിയിൽ ജനിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ജനിച്ചു കുറച്ച് നാൾ, ഒരു 2, 3, 4 വയസ്സ് വരെയൊക്കെ നമ്മൾ വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നു എന്നുള്ളതും അറിയാൻ പറ്റും. അപ്പൊ ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ആ തുടക്കത്തിൽ
എലിസബത്ത് കുബ്ലർ റോസ് വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്നു, കുട്ടികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അധ്യാപകർ എന്നാണ്. കാരണം കുട്ടികളെ കണ്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ വന്നിരിക്കുന്നത് മറ്റേതൊരു സ്ഥലത്തു നിന്നാണ്, ഇന്നർ നോയിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ അവർ അറിയാം അല്ലേ, നമ്മൾ പ്രീ ലോഡഡ് ആയിട്ടാണ് ഇവിടെ വരുന്നതെന്നാണ്. അപ്പോൾ ആ ഒരു സംസ്കാരം നമ്മളെ ഉള്ളിൽ ഇരിക്കുന്നു. അത് എൻ്റെ കുറച്ച് സാധനങ്ങളുമായിട്ട് നമ്മളിവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു. നല്ലൊരു ഉറക്കം പോലെ, സമാധാനമായൊരു ഉറക്കം പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹാർഷ് റിയാലിറ്റീസിലേക്ക് വരിക എന്നാണ്. അപ്പോൾ കുട്ടികളുടെ കേസാണ് കൂടുതലായിട്ടും നമ്മൾ ഈ പുനർജന്മ പഠനങ്ങളിൽ എടുക്കുന്നത്. പക്ഷേ എങ്കിലും ചില അപൂർവം ചില വ്യക്തികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിത അവസാനം വരെ അവരുടെ പാസ്റ്റ് ലൈഫ്സിനെ കുറിച്ചുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളതായിട്ടും രേഖകൾ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ കേസ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ അത് ബയാസ്ഡ് അല്ല, അല്ലെങ്കിൽ അത് പ്രജുഡിസ്ഡ് അല്ല, അതിന് പ്രത്യേകമായുള്ള മുൻവിധികളില്ല, ധാരണകളില്ല എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, കുട്ടികളാകുമ്പം പെട്ടെന്ന് ഉള്ളതെന്ന് പറയുന്നതാണ് അല്ലേ. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊക്കെ നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്. ഇനി മാത്രമല്ല, അവർ ഈ പറയുന്ന അവരുടെ പ്രീവിയസ് ബർത്തിന്റെ വളരെ അടുത്താണ് നിലനിൽക്കുന്നത്. അതായത് ജനിച്ചിങ്ങോട്ട് വന്നു, ഒരു മാസം 2 മാസം, അത് കഴിഞ്ഞിട്ട് 1 വയസ്സ് 2 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർ വളരെ അടുത്ത് നിൽക്കുന്നു, കഴിഞ്ഞ ജന്മത്തിന്റെ അടുത്ത് നിൽക്കുന്നു. അതായത് നമ്മുടെ രാവിലെ ഏർലി മോർണിംഗ് അവേഴ്സിൽ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുന്ന ആ ഏതാനും നിമിഷങ്ങൾ, ഏതാനും മിനിറ്റുകൾ ഒക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഉറക്കത്തിന്റെ നല്ല സുഖകരമായ ഉറക്കമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയ ഒരു നൈറ്റ് ആയിരുന്നെങ്കിൽ, രണ്ടിൻ്റെയും ഇഫക്ട്സ് നമുക്ക് ഈ ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എലമെന്റ്സ് നമ്മളിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി. അപ്പോൾ ഈ രാത്രി നമ്മൾ ഉറങ്ങുന്ന ഉറക്കത്തിന്റെ ഒരു വലിയ എക്സ്റ്റൻഷനാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ മരണം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ജന്മത്തിലേക്ക് വന്നിരിക്കുന്ന പറയുന്ന ആ ശൈശവകാലം എന്ന് പറയുന്നത് അവരവരുടെ പാസ്റ്റ് ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ കാണിക്കുന്ന പലതിനും ഈ പറയുന്ന പ്രീവിയസ് ബർത്തുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ മനസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയാസ്ഡ് അല്ല, അല്ലെങ്കിൽ അവരൊന്നും തന്നെ പുതിയ പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ച് പറയുന്നതല്ല. ഈവൻ പണ്ടത്തെ കാലങ്ങളിൽ ടെലിവിഷനൊന്നും ഇല്ലാതിരുന്ന സമയമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ ജനിച്ച് വീഴുമ്പോഴേ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം വളരുന്നു. അതുകൊണ്ട് മേ ബി അവരുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ളത് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. പക്ഷേ ഒരു ആർഗ്യുമെന്റേഷന് വേണ്ടി നമുക്ക് വാദിക്കാൻ പറ്റും. അതല്ലാതെ മുൻകാലങ്ങളിലേക്ക് വന്ന ഈ എക്സാമ്പിളുകളിലും തന്നെ ഈ കുട്ടികളും തന്നെ അവർക്ക് പ്രീ കൺസീവ്ഡ് നോഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തെളിഞ്ഞ ഋജുവായ മനസ്സിൽ നിന്ന് അവർ പുറപ്പെടുവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ട് എന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് താൻ കളിയാക്കപ്പെടുമോ, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമോ, താൻ ആരെങ്കിലും മുമ്പിൽ ചെറുതാക്കപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു ബോധങ്ങളും അവർക്കില്ല. കാരണം അതുകൊണ്ട് അവരത് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ചെറിയ കുട്ടികളെ ഒബ്സർവ് ചെയ്തറിയാം, ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ എന്ന് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിരിക്കുന്നതിൽ തന്നെ പ്രീനേറ്റൽ എക്സിസ്റ്റൻസ് ഓഫ് ദ സോൾ പറയപ്പെടുന്നു എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അത് കവിതയിൽ നമുക്കത് വായിച്ച ആ ഒരു പഠനത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇവരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് അറിയുന്നത്. ഈ പറഞ്ഞ സ്ട്രോഞ്ച് ക്രിസ്ത്യൻ ബിലീഫുകൾ കാരണം അവർ പലരും ഇങ്ങനെയുള്ള പല സങ്കല്പങ്ങളെയും അവർ ഈ പറയുന്ന സിംബലുകളിലൂടെയാണ് അവർ അവതരിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഈ കുട്ടികൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ പൂർവ്വജന്മ സ്മരണകൾ പേറി വരുന്നു. അവർക്ക് ഒരു ഭയവും ഇല്ലാതെ അവർക്ക് പറയാനായിട്ട് സാധിക്കും. മുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, അവരുടെ മെമ്മറീസ് പതുക്കെ ഡിമിനിഷ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. നമ്മൾ എഴുന്നേറ്റ് വന്നു, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക്, അത് ചോറെന്നാണ് വിളിക്കുന്നത്, CHORE, അതിലേക്ക് നമ്മൾ അതിൽ നിന്ന് പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മൾ പഴയതെല്ലാം മറന്നു പോകുന്നു. അപ്പോൾ രാത്രി നല്ലൊരു സ്വപ്നം കണ്ടത്, പക്ഷേ പെട്ടെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ല പലപ്പോഴും അല്ലേ. അറിയാം, പല ആളുകളും അതറിയാം, ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്തോ ആയിരുന്നു എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല. അതുപോലെയാണ് പാസ്റ്റ് ലൈഫിലെ മെമ്മറീസ് പലപ്പോഴും നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇയാൻ സ്റ്റീവൻസൺ വ്യക്തമായിട്ട് പറയുന്നത് 4 വയസ്സ് വരെ നമ്മുടെ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് നമുക്ക് ഒരു ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ആവശ്യമായ ഇൻഫർമേഷൻ നമുക്കത് തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 9 വയസ്സ് വരേക്കും നമുക്കിത് സാധാരണയായിട്ട് കാണാറുണ്ട്. വളരെ ചെറിയ, ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഗ്രാജുവലായുള്ള ഡിക്ലൈൻ അവിടെ സംഭവിക്കുന്നു. 9 വയസ്സിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഇല്ലാതാകുന്നു. ചില ആളുകൾക്ക്, അപൂർവം ചില വ്യക്തികൾക്ക് മാത്രമേ അത് പിന്നീട് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്, പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒരിക്കലും കള്ളങ്ങളാണെന്നോ അല്ലെങ്കിൽ അത് തെറ്റാണെന്നോ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം വെച്ചാൽ അതിന് വ്യക്തമായുള്ള കോൺക്രീറ്റ് എവിഡൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ യഥാർത്ഥത്തിൽ ടീച്ചേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 100% നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടികളിൽ നിന്നാണ് നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതെന്നാണ്. അപ്പോൾ റീഇൻകാർണേഷൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവുകൾ യഥാർത്ഥത്തിൽ കുട്ടികളുടെ മുഖത്തു നിന്നാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കേട്ട ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ കൊച്ചു കുട്ടികളെ കാണുമ്പോഴത്തേക്കും നമ്മൾ അവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പിതാമഹന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ വീണ്ടും ജനിച്ചു എന്ന് വരാം. അതിനുവേണ്ടിയുള്ള ചില പ്രത്യേക മാർക്കുകൾ അവർക്ക് കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദലൈലാമ പോലെയുള്ള സ്പിരിച്വൽ ലീഡേഴ്സ് അല്ലെ, അവരെല്ലാം കാര്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മുമ്പ് ജീവിച്ചിരുന്ന ഏതെങ്കിലും ലാമയുടെ ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങളെല്ലാം കാണിക്കുന്ന ഒരു കുട്ടിയെ മാത്രമാണ് അവർ റിംപോച്ചയായിട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഈ കഥയൊക്കെ കഥയല്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പുനർജന്മങ്ങൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായുള്ള ധാരണകൾ നമുക്ക് പലപ്പോഴും പലയിടത്തും തോന്നുമെങ്കിലും അത് യഥാർത്ഥത്തിൽ വെറും ഒരു തോന്നലല്ല, അത് യഥാർത്ഥത്തിൽ സയൻറ്റിഫിക് ഫാക്ട്സ് തന്നെയാണ്. ഈ ഫാക്റ്റുകൾ യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മോഡേൺ സൊസൈറ്റിക്ക് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെ പറയുമ്പോഴത്തേക്കും മുറ്റത്തെ മുല്ലയ്ക്ക് എന്താ പറയുക മണമില്ല എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. യൂറോപ്യൻസ് പറയുമ്പോഴത്തേക്ക് അതിനെന്തോ ഒരു വലിയ എന്താ പറയുക ഒരു എന്തോ സംഭവം ഉണ്ട്, അതിനൊരു ഗ്രാവിറ്റി ഉണ്ടെന്നൊരു ചിന്ത നമുക്കുണ്ട്. അപ്പോൾ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു സയൻറ്റിഫിക് മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ടാണ്. കാരണം അവരുടെ ഒരു സയൻറ്റിഫിക് ഫേവർ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ അതിനാവശ്യമായുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കാനും അതിനെ അന്വേഷിച്ച് പോകാനും അവരുടെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ റീഇൻകാർണേഷൻ ആൻഡ് ബയോളജി എന്ന പുസ്തകത്തിൽ ധാരാളം കേസുകൾ ഇതുപോലെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പുനർജന്മങ്ങളുണ്ട്, പൂർവ്വജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേവലമായ ഒരു മിഥ്യാധാരണ അല്ല, പകരം നമ്മളിന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഗ്രേറ്റ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നു. പല ഭാഗങ്ങളിലും ഈ പറയുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിസ്റ്റുകളുണ്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു പേര് ഡോക്ടർ ബ്രയാൻ എൽ വെയ്സിന്റെ പേര് തന്നെയാണ്. പക്ഷെ ഭാരതത്തിൽ ധാരാളം ഋഷിമാർ ഇത് പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല എന്താ പറയുക വളരെ ഉന്നതമായിട്ടുള്ള സ്പിരിച്വൽ സോളുകളും യഥാർത്ഥത്തിൽ അവർക്ക് ഒരാളിനെ കാണുമ്പോൾ തന്നെ ഇത് പറയാനായിട്ട് സാധിക്കുമായിരുന്നു എന്നും പറയുന്നു അല്ലെ. ഇപ്പോഴും അത് സാധിക്കുന്ന ആൾക്കാർ വളരെ അപൂർവമായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ കോഴ്സായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അത് ട്രഡീഷണലായിട്ട് പഠിച്ചു വരുന്ന ഈ പറയുന്ന എന്താ പറയുക സ്പിരിച്വൽ ആയിട്ടുള്ള ശരിക്കുള്ള ഒരു എൻഹാൻസ്മെന്റ് കിട്ടുന്ന പല ആളുകൾക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്രപഞ്ചം പല കാര്യങ്ങളും ഈ ഒരു കോഡ് വെച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ അതിൻ്റെതായ സീക്രസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ആ സീക്രസി ചില സമയങ്ങളിൽ നമുക്ക് റിവീൽ ചെയ്യപ്പെടേണ്ട ആവശ്യകത വരുമ്പോൾ ആ സംഗതി യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇങ്ങനെയുള്ള ലൈവ് എക്സാമ്പിളുകളുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും തുടർന്ന് കാണുക. വീണ്ടും പുതിയ സബ്ജക്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.